അല്ലാളിയ മോളെയും അവരെയും കാണുന്നില്ലല്ലോ. അവർ അവിടെ നിന്നും ഇറങ്ങിയെന്ന ആദ്യം വിളിച്ചപ്പോ പറഞ്ഞത്. ഇപ്പോ വരുമായിരിക്കും. ഒരു 5 മിനിറ്റ് കൂടി നോക്കാം. എന്നിട്ട് കണ്ടില്ലെങ്കിൽ മോളെ ഒന്ന് വിളിക്കാം. അത് മതി. അവരെത്തി. എല്ലാവരും അവരെ സ്വീകരിക്കാനായി പുറത്തേക്കിറങ്ങി. ആദ്യത്തെ കാറിൽ നിന്നും കണ്ണനും അച്ഛനും അമ്മയും അപ്പവും ആശയും ഇറങ്ങി. രണ്ടാമത്തെ കാറിൽ നിന്നും തനുവും മാൻവിയും കിച്ചുവും ഇറങ്ങി. കൂടെ തനുവിന്റെ പപ്പയും. അല്ല, അവരൊന്നും വന്നില്ലേ? ഇല്ല, എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയതാ ഓഫീസിലേക്ക്. ഇപ്പൊ വരും, ഇറങ്ങി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇത് എന്റെ അച്ഛൻ രാധാകൃഷ്ണൻ, ഇത് അമ്മ സുധ. അല്ല, ഞങ്ങളുടെ മോളെ ഇവിടെ. മോളെ അമ്മക്ക് ഇഷ്ടായി കേട്ടോ. മോൾക്ക് ആരുമില്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട. ഇന്നു മുതൽ ഞാനാ നിന്റെ അമ്മ. എൻ്റെ വിറ്റു പാവ ചെറിയ ചില കുറുമ്പൊക്കെ കാണിക്കും, പക്ഷേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മേ, ഇതാണ് എൻ്റെ പപ്പ മോഹൻ വർമ്മ. ഇത് എൻ്റെ അനിയന അഭിഷേക് വർമ്മ. അപ്പു എന്ന് വിളിക്കും. അല്ല ആശേ, മോന്റെ കൈക്കെന്താ പറ്റിയേ? അത് പിന്നെ വണ്ടിയിൽ നിന്നൊന്നും വീണു, അതാ. നിങ്ങൾ വാ, വീടൊക്കെ ഒന്ന് കാണാം. മോഹൻ, അപ്പൊ എന്നെ മറന്നിട്ടില്ല. ഞാൻ മോഹനാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? മോൻ ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ഞാൻ കുറെ കേട്ടതാ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാം ഞാൻ വിശ്വസിച്ചതാ. പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ ആദ്യം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നു. എന്തായാലും എൻ്റെ മകൾക്ക് അർഹതപ്പെട്ടത് തന്നെയാ ഞാൻ അവൾക്ക് നൽകുന്നത്. എനിക്കും. ഞങ്ങൾ പറഞ്ഞത് കള്ളം തന്നെയാ. ആ സമയത്ത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് തന്നെയായിരുന്നു ശരി. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി നിങ്ങളൊന്ന് കേൾക്കാം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരെല്ലാം മോഹനോട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം കേൾക്കുന്തോറും മോഹന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവസാന വാക്കുകൾ കേട്ടതും മോഹൻ ചുവരിലുള്ള ഫോട്ടോയിലെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും ദേവിക മുറിയിലേക്ക് ഓടി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സത്യം അറിയാതെ ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. എല്ലാം അന്ന് ഞങ്ങൾ നിങ്ങളോട് പറയണമായിരുന്നു. പപ്പ, കുറച്ച് വൈകി പപ്പ. അല്ല, എല്ലാരും എവിടെ? അവരൊക്കെ ഇതേ വീടൊക്കെ കാണണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞങ്ങൾ കുട്ടികളോട് ജാതകം നോക്കിയിരുന്നു. എല്ലാവരുടെയും നാളുകൾ തമ്മിൽ നല്ല ചേർച്ചയാ. 3 പേരുടെയും വിവാഹം നമുക്ക് ഒരുമിച്ച് നടത്താം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ മതി. എങ്കിൽ പിന്നെ നമുക്ക് കല്യാണം നാട്ടിൽ വെച്ച് നടത്താം. ഞങ്ങളുടെ എല്ലാം ബന്ധുക്കൾ അവിടെയാ. ഇത്രയും ദൂരം അവരെല്ലാം ഇവിടേക്ക് വരികയെന്ന് വെച്ചാൽ നടക്കില്ല. അതിപ്പോ അങ്ങനെ മതി. കല്യാണം അവിടെ വെച്ച് തന്നെ നടക്കട്ടെ. ഒരു തീയതി ജോത്സ്യനെ കണ്ട് തീരുമാനിക്കണം. പിന്നെ ഇവിടെ വെച്ച് നമുക്ക് ഒരു റിസപ്ഷൻ പ്ലാൻ ചെയ്യാം. അതുപോലെ ആദി? അത് മതി അച്ഛമ്മേ. അങ്ങനെ 3 പേര് സെറ്റായി. അല്ല അളിയ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇതുപോലെ ഒരു കല്യാണം നിനക്കും വേണ്ടേ? നോക്കണ്ട ഉണ്ണി, ഇത് ഞാനാ. ഡാ പവി, നീ അവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പിക്ക് കൂടി ഇങ്ങ് സെൻഡ് ചെയ്യേ. നിങ്ങളുടെ കല്യാണം നടന്നപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഒന്ന് സ്റ്റാറ്റസ് ഇടാനോ? സ്റ്റാറ്റസ് മാത്രം ആക്കണ്ട. ഞാൻ ഇന്നലെ അവളുടെ വീട്ടിലായിരുന്നു. അതും കൂടി നീ ആ ശങ്കരനെ വിളിച്ച് പറഞ്ഞേക്ക്. എന്റെ പൊന്നു പവി, ആ ബുദ്ധിയില്ലാത്തവനോട് നീ ബാക്കി കൂടി പറഞ്ഞു കൊടുക്ക്. അവൻ നിനക്ക് ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കാനുള്ള പ്ലാനിലാ. അവളുടെ തന്ത നിന്നെ പൊക്കാതെ സൂക്ഷിച്ച പവി. വിച്ചുവിന് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. മോളെ മാൻവി, കിച്ചു അങ്ങനല്ല ഉദ്ദേശിച്ചത്. ശ്രീ, ഞാൻ അങ്ങോട്ട് വരട്ടെ? അതിന്റെ ഇടയിൽ ആദ്യ കളിയാൻ ലൈൻ വലിക്കുന്നു. ഇല്ല, ഇവരെ സ്നേഹം വളരാൻ ഞാൻ അനുവദിക്കില്ല. ഡാ പറട്ടെ കിച്ചു, നീ ഒരുങ്ങിയിരുന്നോ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ജെനി നിന്നെ വിളിച്ച് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് വിശാലി എന്നല്ല. മാൻവി ഫോൺ എടുക്കുന്നില്ല. മോളെ മാൻവി, ഞാൻ വെറുതെ പറഞ്ഞതാടി. അവനോട് മിണ്ടടി, ഇല്ലേ അവൻ എന്റെ കുടുംബം തകർക്കും. തകരട്ടെ,
മോളെ മാൻവി അങ്ങനെ പറയലടി. ശ്രീ, എല്ലാവരും എന്തായാലും പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകാൻ റെഡി ആയിക്കോ. അതെന്തിനാ? ഒന്നെങ്കിൽ ജനി കിച്ചുനെ കൊല്ലും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും. രണ്ടായാലും മരണം ഉറപ്പാ. അയ്യോ, എന്റെ വിഷമം കേൾക്കാൻ ആരുമില്ലേ ഇവിടെ? കരയല്ല മോനെ, നിനക്ക് ഞാനുണ്ട്. ചിരിക്കടാ, നീ പൊട്ടിച്ചിരിക്ക്. ഇന്ന് എന്റെ ബന്ധം മുടങ്ങിയാൽ ഞാൻ കള്ളും കുടിച്ച് ആ ശങ്കറിന്റെ മുന്നിലൊന്ന് പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. അപ്പോ 2 ശവപ്പെട്ടി. എനിക്ക് ആരോട് ദേഷ്യവും പിണക്കമൊന്നുമില്ല. സിദ്ധുന് കൂടി ഒരു പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ 4 പേരുടെയും കല്യാണം ഒരുമിച്ച് നടത്താമായിരുന്നു. ആർക്കട എന്നെ ഇവിടെ കെട്ടിക്കണ്ടേ? എനിക്കാ. ഞാനൊന്ന് മര്യാദക്ക് ജീവിച്ച് പൊക്കോട്ടെ അളിയാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ അപ്പുവിന്റെ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു വിച്ചു. ഗുഡ് മോർണിംഗ് സർ. നീ എന്താ കിച്ചു, എന്നെ കളിയാക്കിയതാണോ? ഹേയ് അല്ല. അളിയൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നമുക്കൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ 1 മാസം കൂടി കഴിഞ്ഞാൽ കല്യാണമായില്ലേ. എന്തായാലും അപ്പോൾ നമ്മൾ നാട്ടിൽ പോകണം. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് പോകാം. ഒന്ന് തെളിച്ചു പറ ആദ്യേട്ടാ. കേരളത്തിൽ പാലക്കാടുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പഴയ മന വിൽപ്പനക്കുണ്ട്. അത് പലരും ഒന്ന് നോക്കി, പക്ഷേ ആർക്കും അത് വാങ്ങാൻ വയ്യ. പക്ഷേ അവിടെ ഒരു റിസോർട്ട് പണിതാൽ അടിപൊളിയായിരിക്കും. ഞാനൊരു വിദേശ കമ്പനിയോട് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അത് നമ്മൾ വാങ്ങി അവിടെ റിസോർട്ട് പ്ലാൻ ചെയ്ത് വിജയിച്ചാൽ അത് നമ്മൾ പറയുന്ന വിലയ്ക്ക് അവർ ഏറ്റെടുക്കും. അതൊരു നല്ല കാര്യമല്ലേ? അതെ, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അവിടെ താമസിക്കണം. കൂടിപ്പോയാൽ ഒരാഴ്ച മതി. പക്ഷേ തിരികെ നമ്മൾ എത്ര പേര് ഇവിടെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതെന്താ, അവിടെ അത്ര നല്ല സ്ഥലമാണോ? ചെറുതായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ റെഡി അല്ലേ? ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ. കൊള്ളാം. അങ്ങനെ ഉടായ്പുള്ള സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ ശ്രീയെ കൊണ്ടുപോകൂ. എന്നാലും ഒരെന്നാലും ഇല്ല. അപ്പോൾ ഇനിയെല്ലാം നാട്ടിൽ. സിദ്ധുവും മിച്ചുവും വരും, പിന്നെ നമ്മളും. ആശയോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വൈകിട്ട് ഞാൻ ഫ്ലാറ്റിലോട്ട് വരാം. പിന്നെ പവിയും കൃഷ്ണയും കാണും. നാളെ പപ്പയുടെയും അച്ഛൻ്റെയും ഒപ്പം നമുക്ക് പോകാം. പിന്നെ പപ്പി തൽക്കാലം അപ്പുവിൻ്റെ കൂടെ നിൽക്കട്ടെ. അപ്പൂനെ ഒറ്റക്ക് നിർത്താനോ? അവൻ വീട്ടിൽ അവൻ്റെ ഒപ്പം നിന്നോളും. പപ്പിക്കും കൂട്ടുണ്ടല്ലോ. അവർ ഒരുമിച്ച് നിൽക്കട്ടെ. അതാകുമ്പോൾ അവൻ്റെ കൂടെ അപ്പുവിനും സ്കൂളിൽ പോകാമല്ലോ. അവൻ്റെ കോളേജിൻ്റെ അടുത്താണല്ലോ അപ്പുവിൻ്റെ സ്കൂളും. എങ്കിലും ഓക്കെ. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ, ഇത്രയും നാളും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഇന്ന് എല്ലാ സത്യവും ഞാൻ മനസ്സിലാക്കി. മൽഹോത്രയിലെ എല്ലാവരെയും ഞാൻ തെറ്റിക്കും. കൃഷ്ണ അറിയണ്ട. അവൾക്ക് ആദ്യയോടെ ഒരു ചാഞ്ചാട്ടമുണ്ട്. അവൾ അറിഞ്ഞാൽ അവനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒന്നും സമ്മതിക്കില്ല. അവൾ മാത്രമല്ല, പവിയും ഒന്നും അറിയണ്ട. അതാ നല്ലത്. അവൾ നാളെ കേരളത്തിലേക്ക് പോകും. ഏതോ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ പ്ലാൻ? ഇപ്പോൾ ഒരു തുറപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കല്ലേ, അതിറക്കി കളിക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ കൂട്ടത്തിൽ ഒരുത്തനെ അങ്ങ് തട്ടും, അല്ലെങ്കിൽ തെറ്റിക്കും. ആരെ? അവിടെ ആർക്ക് വേദനിച്ചാലായിരിക്കും അവർക്ക് വേദനിക്കുക. ആദ്യമല്ലേ? അല്ല, ആദ്യക്ക് പുറമെ ഒരാൾ കൂടിയുണ്ട്, സിദ്ധാർത്ഥ്. അവനെ തൊട്ടാലും അവർക്ക് പൊള്ളും. എന്നാൽ സിദ്ധാർത്ഥിന് പൊള്ളണമെങ്കിൽ അവൻ്റെ പെണ്ണിന് പൊള്ളണം. അവൻ്റെ പെണ്ണോ? അതെ, ആരും അറിയാതെ അവൻ കൊണ്ട് നടക്കുന്ന അവൻ്റെ പെണ്ണ്. പലവട്ടം അവളെയും അവനെയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാനെല്ലാം അങ്ങ് പൊക്കി. ആദ്യം നമുക്ക് കയ്യിലുള്ളത് ഇറക്കി കളിക്കാം, പിന്നീട് ഇത് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. നീ ഇന്ന് ഇവിടെയല്ലേ? അതെ. ശരി. എന്താ ഇത്? ആദി, അവനാണ് ഇപ്പോൾ പ്രശ്നം. അവനെ തീർക്കുകയല്ല, തളർക്കുകയാണ് വേണ്ടത്. मेरे बिन प्यासी सबकी निगाहें, मेरे बिन सुनी है दिल की राहें, मेरे बिन प्यासी सबकी निगाहें, जो मिले बोले भर के बुआ है सुनिए।